ചില കഥകൾ നിസ്സാരമാണെന്ന് തോന്നാമെങ്കിലും എത്ര വലിയ അർത്ഥവും സ്വാധീനവുമാണ് അത് നമ്മളിൽ ഉണ്ടാക്കുന്നത് എന്ന് അത്ഭുതപ്പെടാം. ഒരു കുട്ടി ഒരു ദിവസം അച്ഛൻ പുസ്തകം വായിക്കണം. കുട്ടി വിചാരിക്കാൻ അച്ഛനിനി പുസ്തകം വായിക്കണം. ഈ ലോകത്തെ ഏറ്റവും അറിവുള്ള അച്ഛനാണെന്ന വിചാരം കുട്ടികളുടെ. അച്ഛൻ ഇനി വായിക്കണം. ക്ലാസ്സിൽ ചെന്നപ്പോ അധ്യാപകൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കുട്ടി വിചാരിക്കാൻ അധ്യാപകന് വായിക്കണോ? അധ്യാപകൻ ഹെഡ്മാസ്റ്റർ മുറി ചെന്നപ്പോ ഹെഡ്മാസ്റ്റർ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഹെഡ്മാസ്റ്റർക്ക് ഇനി വായിക്കണോ? ഒരു കാര്യം ചിന്തിക്കണം. പരന്ന അറിവ് വരുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുക. ഈ ഭൂമിയിൽ എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുക എന്നല്ല പറഞ്ഞത്, അതൊന്ന് തിരിച്ചിടുകയാണ്. എല്ലാവരും ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് സമയത്തും ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ഒരു ദിവസം 60,000 ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ട്. 60,000 ചിന്തകളും 60,000 ധാന്യമല്ലേ, ധ്യാനമല്ലേ. ചക്ക കണ്ടു. അപ്പൊ ചക്ക തിന്നിട്ട് കുറെ കാലമായി. ചക്കയെ ധ്യാനിച്ചില്ലേ? ഇതിനു മുമ്പ് ചക്ക തിന്നത് ചെറിയച്ഛന്റെ വീട്ടിൽ ചെന്നപ്പോഴാ. ചെറിയച്ഛനെ കുറിച്ച് ചിന്തിച്ചില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ചെറിയച്ഛനൊരു വിഷമുള്ളത് ചെറിയച്ഛന്റെ ഒരു മകൻ തെറ്റായ രീതിയിൽ പോയോണ്ടാ. അപ്പൊ അയാളെ കുറിച്ച് ചിന്തിച്ചില്ലേ? 60,000 ധ്യാനങ്ങൾ വരുന്നുണ്ട്. പൊതുവെ ഏതോ ഒരു കാര്യത്തെ നമ്മൾ ധ്യാനിക്കുക. മറ്റുള്ളവർ വിചാരിക്കും നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? വേറെ കാശില്ലേ, സമ്പത്തില്ലേ? പക്ഷെ ആ വ്യക്തി ധ്യാനിക്കുകയാണ്. നിങ്ങള് ഇത്രയും വലിയ സ്ഥാനത്തെത്തിയില്ലേ, ഇനി എവിടെ ഇതിന്റെ മുകളിൽ സ്ഥാനമുണ്ടോ? ധ്യാനിക്കുകയാണ്. ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത്ര കൊല്ലം കഴിഞ്ഞാൽ അത് പോരണ്ടേ? ഇത് സ്ഥായി അല്ലല്ലോ. സ്ഥായി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിൽക്കുന്നതാണ്. ഇത് അങ്ങനെ വരുമ്പോ ഈ സംശയം നാരദ മഹർഷിക്ക് തോന്നി. നാരദ മഹർഷിക്ക് സംശയം തോന്നില്ല കേട്ടോ. പിന്നെ കഥ പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയാണ്. ആരാ നാരദ മഹർഷി? നാരത്തെ ദാനം ചെയ്യുന്നവൻ. വിഷ്ണു കിടക്കുന്ന പാൽക്കടലിലേക്കുള്ള ജലത്തെ കൊടുത്ത ആളാ. ഈ വിഷ്ണുവും പാൽക്കടലും പാലാഴി മധുരൊക്കെ ഉണ്ടാവണമെങ്കിൽ ഞാൻ ഉണ്ടാവണം, നിങ്ങൾ ഉണ്ടാവണം, എൻ്റെ മനസ്സും ഉണ്ടാവണം. മനസ്സെന്ന് പറഞ്ഞാൽ 3 ഏഷണാത്രയങ്ങളാണ്. ഇതാണ് മനസ്സ്. അപ്പൊ മനസ്സുകൊണ്ടാണ് ഞാൻ ധ്യാനിക്കുന്നത്. 3 കാര്യ. നമ്പർ 1 പുത്രേഷണ, പുത്രന്മാരെ കുറിച്ചുള്ള ചിന്ത. തള്ളക്കോഴി എപ്പോഴും കാലുകൊണ്ട് ഇങ്ങനെ മണ്ണയിൽ വരച്ചോണ്ടിരിക്കും. കുട്ടികൾക്ക് തിന്നാൻ സൗകര്യത്തിന് വേണ്ടിയാണ്. പുത്രന്മാരുണ്ടോ ആ ചിന്ത, അതിൽ പുത്രിയൊക്കെ വരട്ടോ. ഇനി അഥവാ പുത്രന്മാരില്ലാത്തവര് അവര് പുത്രന്മാരായിട്ട് കരുതുന്ന
വ്യക്തികൾ അതിൽ വലിയൊരു ഘടകം ആണ്. അതാണ് പുത്രേഷണ. പുത്രേഷണ ഇല്ലാത്ത മഹാത്മാക്കളുണ്ട്, കുറെ ഭേദമാണ് അവര്. അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിലൊക്കെ അവർ കുറെ ഭേദ. മക്കൾക്ക് വേണ്ടി ഒന്നും കരുതി വെക്കണ്ടല്ലോ, മക്കൾക്ക് മുതലുണ്ടാക്കി വെക്കണ്ടല്ലോ. ഈ പുത്രേഷണ 2, ഇനി അതില്ലെങ്കിൽ വേണ്ട. വിത്തേഷണ, മുതലിനോടുള്ള ഭ്രമ. എത്രയോ മുതലുള്ള ഒരാൾ പിന്നെയും ഭ്രമം കാണിച്ചപ്പോ ഞാനൊന്ന് പുഞ്ചിരിച്ചു. അപ്പൊ ആ വ്യക്തി പറഞ്ഞാണ്, അത് നിക്കിപ്പോ പൈസ പോയിട്ടുള്ള ആവശ്യമില്ല, വല്ല അനാഥാലയത്തിനും കൊടുക്കാമല്ലോ, വെറുതെ പറയാ. അല്ല, കാശ് ഇനിയും പറഞ്ഞാലേ അനാഥാലയത്തിൽ കൊടുക്കണമെങ്കിൽ ഇപ്പൊ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കാശുണ്ടല്ലോ, അത് നല്ല വിത്തേഷണ, മുതലിനോടുള്ള ഒരു ഭ്രമം. അതും ഇല്ലാത്തവരുണ്ടെങ്കിലോ ലോകേഷണ, ഈ ലോകത്ത് പ്രമാണിയാവണം, എന്റെ കാര്യം നടക്കണം, ഞാനാണ് വലുത്, എന്റെ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ ലോകേഷന്റെ ഭാഗ, ഞാനാ സെൻട്രലൈസ് ചെയ്ത് വെക്കുന്നത്. ഈ ഏഷണാത്രയങ്ങൾ 3 എല്ലാവർക്കും ഉണ്ട്. ഇത് ഉണ്ടാക്കിപ്പിക്കുന്ന ശക്തിയാണ് ഏഷണിക്കാരൻ നാരദൻ. ഈ നാരദനാണ് ഈ 3 ഏഷണിത്രയങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഏഷണി ഉണ്ടെങ്കിലേ വിഷ്ണു ഉള്ളൂ. അന്ധകാരപ്പോ വിഷ്ണുവിനെ അറിയണം. നാരദ മഹർഷി വിഷ്ണുവിനെ കടന്നപ്പോ വിഷ്ണു ധ്യാനിക്കുക. ഇതിപ്പോ എന്താണ്, ആരെ ധ്യാനിക്കുന്നത്? വിഷ്ണു ധ്യാനിക്കേ. ശരി, ബ്രഹ്മാവിനെ കാണാൻ പോയി. ബ്രഹ്മാവ് ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ഇവരൊക്കെ വലിയ വലിയ ആളുകള്, അവരെയൊക്കെ വലുത് ആരും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവര് ധ്യാനിക്കുക. ഇനിയിപ്പോ ധ്യാനത്തിന്റെ ആവശ്യമില്ലാത്ത ഒരാളുണ്ട്, ഇവരുടെയൊക്കെ ഹെഡാണ്, ഇവരുടെക്കാളൊക്കെ മുകളിലാണ് ഇവൻ. ദൈവം എന്ന് പറഞ്ഞാൽ ശിവനാ, ഈശ്വരൻ സമം ശിവൻ. അവിടെ ചെന്നപ്പോ ശിവൻ ധ്യാനത്തിലാണ്. ഇനി ആ ധ്യാനം തീരണവരെന്ന് കാത്തിരുന്നു. ശിവൻ കണ്ണു തുറന്നു. അങ്ങ് ആരെയാ ധ്യാനിച്ചിരുന്നേ? ശിവൻ പറഞ്ഞു, വേറെ പലവരെയും പോയി നോക്കിയില്ലേ, ഒക്കെ ഞാൻ ഇവിടെ ഇരുന്നോണ്ട് അറിഞ്ഞു. ആണോ? എന്നാണ് ഞാൻ പറയണ്ടല്ലോ. ബ്രഹ്മാവ് ചെന്നപ്പോ ധ്യാനിക്കുകയായിരുന്നു, വിഷ്ണു ധ്യാനിക്കുകയായിരുന്നു. അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? അവര് ധ്യാനിച്ചിരുന്നത് ആരാ? ഞാൻ പറഞ്ഞുതരാം. ബ്രഹ്മാവ് ധ്യാനിച്ചത് ബ്രഹ്മാവിന്റെ ഇഷ്ടദേവത, സൃഷ്ടിയെക്കുറിച്ച്. വിഷ്ണു താരാമന്ത്രം ജപിക്കുകയായിരുന്നു. ഞാൻ ധ്യാനിക്കുന്നത് ദേവി ബഗളാമുഖിയെയാണ്, പരാശക്തിയാണ് ബഗളാമുഖി. എന്നാ പിന്നെ പരാശക്തി എന്ന് പറഞ്ഞുകൂടെ? ബഗളാമുഖി എന്ന് പറഞ്ഞു. ഒരേ തസ്തിക കൈകാര്യം ചെയ്യുന്നവരെ 2 പേര് നമ്മൾ അറിയാറില്ലേ? 2 സംഭവം ഒന്ന് തന്നെ. ബഗളാമുഖി എന്ന് പറഞ്ഞാൽ അറ്റ് പ്രസന്റ്, അപ്പൊ തന്നെ. ആ മന്ത്രത്തിന് 2 അക്ഷരമേ ഉള്ളൂ. 2 അക്ഷരമുള്ള കുറെ മന്ത്രങ്ങളുണ്ട്, 2 അക്ഷരമേ ഉള്ളൂ.
ബഗളാമുഖി പോലുള്ള കുറെ ദേവതകളുണ്ട്. വിളിക്കുമ്പോഴേക്കും അവിടെ എത്തും. രാമൻ അവതാരമെടുക്കുന്നതിന് മുമ്പേ വിഷ്ണു ബഗളാമുഖിയെ കണ്ട അനുമതി നേടി. ആ ബഗളാമുഖിയുടെ അനുഗ്രഹം കിട്ടിയോണ്ടാണ് രാമന് രാവണനെ കൊല്ലാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ നടക്കില്ല. നമ്മൾ ഇന്ന് കാണുന്ന ഓരോരുത്തരും ഓരോന്നിനെയും ധ്യാനിക്കുന്നു. സിനിമാ നടനെ ധ്യാനിച്ച് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പോകുന്നു. തന്റെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് നടൻ. ഇന്ന് തിങ്കളാഴ്ചയാണ്, കളക്ഷൻ കുറയോ? ഇന്ന് വരേണ്ടവരൊക്കെ വരില്ലേ? കളക്ഷന് വേണ്ടിയിട്ട് ആളുകൾ എല്ലാവരും എത്തിയാലാണല്ലോ നിർത്തി. കള്ളൻ പോലീസിനെ ധ്യാനിക്കുന്നു. പോലീസ് ചുറ്റും ഇങ്ങനെ നോക്കുന്നു, ഈ വരുന്നവരുടെ കൂട്ടത്തിൽ ക്രിമിനൽസ് ഉണ്ടോ എന്ന്. VIP പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും നോക്കുക, VIP അവർ നോക്കുകയില്ല. ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ കണ്ണിലേക്കും കൈകളിലേക്കും കൈ എങ്ങോട്ടും മാറുന്നു, എന്ത് പൊന്തുന്നു, ആ സദസ്സിലുള്ള എല്ലാവരെയും നോക്കുന്നുണ്ടാവും. പ്രപഞ്ചമാസകലം ധ്യാനിക്കുന്നു. ശ്രീരാമൻ ധ്യാനിക്കുന്നു. അപ്പോ ചോദിച്ചു, ശ്രീരാമൻ ആരെയാ ധ്യാനിക്കുന്നു? ഞാനും എന്നേക്കാൾ ഉയർന്ന ശക്തികളെ ധ്യാനിക്കുകയാണ്. കാക്ക വെള്ളം കുടിച്ച് കുറച്ചും കൊണ്ട് ആക്കിയിട്ട് ചങ്കുലൂടെ വെള്ളം ഇറങ്ങിയ ശേഷം ഒരു നിമിഷം കാക്ക ധ്യാനിക്കുന്നുണ്ട്. നാരദൻ ചോദിച്ചു രാമനോട്, കാക്കയും ധ്യാനിക്കുന്നുണ്ടോ? ധ്യാനിക്കുന്നുണ്ട്. ഞാൻ ധ്യാനിക്കുന്ന മന്ത്രം എന്താന്ന് ആ കാക്കോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അതന്നെ ഞാനും ധ്യാനിക്കും. കാക്കയുടെ അടുത്തെത്തി, വെള്ളം കുടിച്ചു, ധ്യാനം കഴിഞ്ഞു. നാരദൻ ചോദിച്ചു, ആരെയാ ധ്യാനിച്ചേ? ഞാൻ രാമ രാമ എന്നുള്ള മന്ത്രം ഉരുവിടുക. രാമനും അത് തന്നെയാണ് ജപിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ധ്യാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും